ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും മുളക് ബജി, മുട്ട ബജി, പൊട്ടറ്റോ ബജി ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു ബജിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവിത്. ഇവിടെ ഞാൻ 2 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒത്തിരി കനം കുറച്ചുമല്ല, ഒരു മീഡിയം സൈസിലാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാപ്സിക്കം വെച്ച് ബജി ഉണ്ടാക്കുന്നത്. കഴിച്ചു നോക്കിയപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ സാധാരണ മുളക് ബജിയെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ചെറിയൊരു മധുരവോ പുളിയും ഒക്കെ തോന്നുന്ന പോലത്തെ ഒരു നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു ദോശമാവിനേക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയുള്ള ആ ഒരു പരുവാണ് ഈ ബജി ഉണ്ടാക്കാനായിട്ട് വേണ്ടിയത്. ഇവിടെ ഞാൻ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി തിക്കും അല്ലാത്തൊരു ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഓരോരോ കഷ്ണങ്ങൾ മുക്കിയെടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് എടുത്ത് വറുത്തെടുക്കാം. ഞാൻ ആ സമയത്ത് തന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമുക്ക് 2 വശവും മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ മറിച്ചിടേണ്ട കാര്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം. ആ സമയം അത് നല്ല ക്രിസ്പിയുമായിരിക്കും. ഇപ്പം നമ്മുടെ മുളകൊക്കെ ഏകദേശമായിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ അതിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മുളകിൻ്റെ പീസുകളും ഇതുപോലെ തന്നെ നമുക്ക് കടലമാവിൽ മുക്കി വറുത്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ മുളക് ബജി. ഇതുപോലെ തന്നെ ഏത് ബജികളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് പെരുംജീരകം കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കിച്ചൺ ടിഷ്യൂവിലേക്ക് മാറ്റാം, അധികമായിട്ടുള്ള എണ്ണയൊക്കെ വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ ഒരു ചട്നിയോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചാൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഈ ബജി എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ മുളക് ബജിയും അതുപോലെ തന്നെ ഈ ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ബജിയും തമ്മിൽ വേറൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, നമ്മുടെ സാധാരണ മുളക് ബജിയെക്കാട്ടിലും കുറേ കൂടി സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വായിലിടുമ്പോൾ തന്നെ കുറച്ച് അലിഞ്ഞു പോകുന്ന ആ ഒരു ഫീലാണ് ഇത് കഴിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.